ശ്രീ സായിരാം. ഭാഗം 14 നമ്മളിനി പറയാൻ പോകുന്നത്. കിഷ്കിന്ധകാണ്ഡം. ശ്രീരാമ സുഗ്രീവ സഖ്യം. ശബരി പറഞ്ഞതനുസരിച്ച് ശ്രീരാമനും ലക്ഷ്മണനും അങ്ങനെ കാട്ടിലൂടെ നടക്കുമ്പോൾ പമ്പാ നദിയുടെ തീരത്തെത്തി. അവിടെ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പം ഋഷ്യമൂകാചലം എന്ന വലിയ ഒരു പർവ്വതത്തിൻ്റെ താഴ്വാരത്തില് അവരെത്തി. മുകളിൽ ആരാണെന്നറിയാമോ? സൂര്യപുത്രനായ സുഗ്രീവൻ. സുഗ്രീവനും ബാലിയും ജ്യേഷ്ഠാനുജന്മാരായിരുന്നു. ബാലി ദേവേന്ദ്രപുത്രനായിരുന്നു, സുഗ്രീവൻ സൂര്യപുത്രനും. അപ്പൊ ജ്യേഷ്ഠനായ ബാലിയുടെ കിങ്കരന്മാർ അവിടെ വന്ന് ഉപദ്രവിക്കുമോ എന്നറിയാനായിട്ട് സുഗ്രീവൻ എപ്പോഴും ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോഴാണ് നല്ല തേജസ്വികളായ 2 യുവാക്കന്മാര് ഇങ്ങനെ നടന്നു വരുന്നത് സുഗ്രീവൻ കണ്ടത്. അപ്പൊ സുഗ്രീവൻ തൻ്റെ മന്ത്രിയായ ഹനുമാനോട് പറഞ്ഞു, ഹനുമാൻ നോക്കൂ, താഴെ 2 വളരെ തേജസ്വികളായ യുവജനങ്ങൾ നടന്നു വരുന്നുണ്ട്. അവരൊരു പക്ഷേ ബാലിയുടെ കിങ്കരന്മാരാണെങ്കിലോ, ബാലി പറഞ്ഞയച്ചിട്ട് വരുന്നതാണെങ്കിലോ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, ഒരു ബ്രാഹ്മണ കുമാരന്റെ വേഷം ധരിച്ചുകൊണ്ട് താഴെ ചെന്ന് അവരോട് അവരാരാണ്, എവിടെ നിന്ന് വരുന്നു, എന്തിനാണ് ഈ കാട്ടിലൂടെ അലയുന്നത് എന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് വരൂ എന്ന് പറഞ്ഞു. വേഗം തന്നെ ഹനുമാൻ ഒരു ബ്രാഹ്മണ കുമാരന്റെ വേഷത്തിൽ താഴേക്ക് പോയി. അവിടെ ചെന്ന് ശ്രീരാമ ലക്ഷ്മണന്മാര് വളരെ തേജസ്വികളാണല്ലോ. അവരെ കണ്ടപ്പോൾ തന്നെ ഹനുമാന് മനസ്സിലായി, ഇവരേതോ വലിയ രാജകുടുംബത്തിലെ യുവാക്കളാണ്, രാജാവിൻ്റെ മക്കളാണ്. ഇവരെന്തിനാണ് ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെന്നു അവരോട് ചോദിച്ചു, എന്തിനാണ് കുമാരന്മാരെ ഈ കാട്ടിലൂടെ എങ്ങനെ ഒറ്റയ്ക്ക് അലഞ്ഞു നടക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, എൻ്റെ ഭാര്യയെ കട്ടോണ്ടുപോയി രാവണൻ, ഞങ്ങള് സീതാദേവിയെ അന്വേഷിച്ച് നടക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഹനുമാൻ തൻ്റെ സ്വന്തം രൂപം, വളരെ വലിയ വാനര രൂപമാണ്, ആ വേഷം ധരിച്ചിട്ട് പറഞ്ഞു, ഒട്ടും ഭയപ്പെടേണ്ടതില്ല. എൻ്റെ രാജാവായ സുഗ്രീവനാണ് ഈ മലയുടെ മുകളിൽ താമസിക്കുന്നത്. അദ്ദേഹവും ഞങ്ങൾ 4 മന്ത്രിമാരും കൂടെയാണ് അവിടെ താമസിക്കുന്നത്. അദ്ദേഹവുമായിട്ട് സഖ്യം ചെയ്താൽ മതി, നമുക്ക് സീതാദേവിയെ കണ്ടുപിടിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് സുഗ്രീവന് ഒരു സൈൻ കൊടുത്തു, നമ്മുടെ കൂട്ടുകാരാണ് വരുന്നത് എന്ന് പറഞ്ഞു. സുഗ്രീവൻ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ സുഗ്രീവനും സന്തോഷമായി. വേഗം തന്നെ ഹനുമാൻ 2 പേരെയും 2 തോളിലായിട്ട് എടുത്തു. ഹനുമാൻ തൻ്റെ തോളില് ശ്രീരാമനെയും ലക്ഷ്മണനെയും ഇരുത്തിക്കൊണ്ട് പെട്ടെന്ന് തന്നെ മലമുകളിലേക്ക് കയറിപ്പോയി. അവിടെ ചെന്ന് സുഗ്രീവന്റെ മുൻപിൽ അവരെ 2 പേരെയും നിർത്തും. അപ്പോൾ സുഗ്രീവൻ സന്തോഷത്തോടുകൂടി അവരെ സ്വീകരിച്ച് അവർക്ക് ഇരിപ്പിടങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്, പിന്നെ പുല്ലും ഇലകളും പൂക്കളും ഒക്കെ കൊണ്ട് ഉണ്ടാക്കുന്ന മരത്തടികളൊക്കെ തന്നെയാണ്, കാടല്ലേ അതൊക്കെ. എന്നാലും അത്ര വളരെ സന്തോഷത്തോടുകൂടി അവരെ ഇരുത്തി സംഭാഷണം ചെയ്യുകയാണ്. അപ്പോൾ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കി പരസ്പരം. അപ്പൊ പറഞ്ഞു, ഇങ്ങനെ സീതാദേവിയെ അന്വേഷിച്ചു വരികയാണ്. അപ്പൊ സുഗ്രീവൻ പറഞ്ഞു, ഞങ്ങൾ 4-5 പേരും കൂടെ ഇങ്ങനെ ഒരു ദിവസം മലമുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കാഴ്ച കണ്ടു, ഒരു ശബ്ദവും കേട്ടു. എന്താണെന്നറിയാമോ? ഒരു വിമാനം ഇങ്ങനെ വിമാനരഥം ഇങ്ങനെ ആകാശത്തുകൂടെ പറന്നു പോകുമ്പം ഒരു സ്ത്രീരത്നം രാമ രാമ എന്ന് വിളിച്ച് കരയുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു. പെട്ടെന്ന് ഞങ്ങളെ കണ്ടപ്പോൾ അവരുടെ സാരിയുടെ തുമ്പില് എന്തോ കെട്ടി താഴേക്ക് എറിഞ്ഞു. ഞങ്ങൾ പോയി നോക്കിയപ്പോൾ കുറച്ച് ആഭരണങ്ങളായിരുന്നു. അത് ഞാനെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അത് കൊണ്ടുവന്ന് കാണിച്ചു തരാം, അങ്ങ് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ നോക്കിയപ്പോൾ പിന്നെ സീതാദേവി കാലിലണിയുന്ന കാൽവില മോതിരം ലക്ഷ്മണന് പെട്ടെന്ന് മനസ്സിലായി. കാരണം സീതാദേവിയുടെ പാദമാണ് എപ്പോഴും നമസ്കരിക്കുമ്പോൾ ലക്ഷ്മണൻ കാണാറുള്ളത്.
അപ്പൊ അത് സീതാദേവിയുടെ ആഭരണങ്ങൾ അണിഞ്ഞപ്പോഴത്തേക്കും രാമന് സങ്കടമായി. നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ പറഞ്ഞു, അഗ്നിസാക്ഷിയായിട്ട് നിങ്ങൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണല്ലോ, അതുകൊണ്ട് അഗ്നിസാക്ഷിയായിട്ട് സഖ്യം ചെയ്യണം, നിങ്ങൾ സുഹൃത്തുക്കളായി മാറണം. എന്നിട്ട് ശ്രീരാമനും ഭാര്യ നഷ്ടപ്പെട്ടു, രാജ്യം നഷ്ടപ്പെട്ടു, സുഗ്രീവനും ഭാര്യ നഷ്ടപ്പെട്ടു, രാജ്യം നഷ്ടപ്പെട്ടു. അത് രണ്ടുപേരും പരസ്പരം സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്യണം എന്ന് പറഞ്ഞ് ഹനുമാൻ അഗ്നി ജ്വലിപ്പിച്ചു. മംഗളകരമായ അഗ്നിക്ക് വലത്തു വെച്ചുകൊണ്ട് സുഗ്രീവനും ശ്രീരാമനും പരസ്പരം കൈകൊടുത്ത് സത്യം ചെയ്തു. എന്ത്? ഞങ്ങൾ പരസ്പരം സഹായിക്കാം എന്ന്. എന്താണ് സുഗ്രീവന് വേണ്ട സഹായം? ബാലിയെ വധിക്കണം. ബാലിയെ വധിച്ചിട്ട്, ബാലി അല്ലാതെ രക്ഷയില്ല. ബാലി സുഗ്രീവന് ഒരിക്കലും താഴേക്ക് പോകാൻ പറ്റില്ല, അത്രയ്ക്ക് ശത്രുതയാണ്. അപ്പൊ ചോദിച്ചു, എന്താണ് ഈ ശത്രുതയ്ക്ക് കാരണം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, മായാവി എന്നൊരു രാക്ഷസൻ ഒരിക്കൽ ബാലിയെ വന്നിട്ട് വെല്ലുവിളിച്ചപ്പോ ബാലി വളരെ വലിയ യുദ്ധവീരനാണ്. യുദ്ധം ചെയ്യാനായിട്ട് പോയി. സുഗ്രീവനും കൂടെ പോയി. രണ്ടുപേരും കൂടെ യുദ്ധം ചെയ്തൊരു വലിയ മലയുടെ മുകളിലെത്തി, വലിയൊരു ഗുഹയുടെ അടുത്തെത്തിയപ്പോ മായാവി എന്ത് ചെയ്തു? അതിനകത്തേക്ക് കയറിപ്പോയി. അപ്പൊ ബാലി പറഞ്ഞു സുഗ്രീവനോട്, നീ പുറത്തു നിന്നാൽ മതി, ഞാൻ അകത്തു പോയി അവനെ കൊന്നിട്ട് വരാം. പക്ഷെ ഒരു കാര്യം മാത്രം പറഞ്ഞു, രക്തമാണ് പുറത്തേക്ക് ഒഴുകി വരുന്നതെങ്കിൽ അസുരൻ എന്നെ കൊന്നു എന്ന് മനസ്സിലാക്കുക. പാലാണ് ഒഴുകി വരുന്നതെങ്കിൽ ഞാൻ അസുരനെ കൊന്നു എന്ന് നീ മനസ്സിലാക്കണം. അതനുസരിച്ച് പെരുമാറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ബാലി അകത്തേക്ക് കയറിപ്പോയി. ഒരു ദിവസം, 2 ദിവസം, ഒരാഴ്ച, 2 ആഴ്ച, 1 മാസമായിട്ടും തിരികെ വന്നില്ല ബാലി. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പം രക്തം പുറത്തേക്ക് ഒഴുകി വരുന്നത് സുഗ്രീവൻ കണ്ടു. അപ്പൊ സുഗ്രീവന് വളരെ സങ്കടമായി. ജ്യേഷ്ഠൻ മരിച്ചുപോയല്ലോ. ആ സങ്കടത്തോടുകൂടി ആ അസുരൻ പുറത്തു വരാതിരിക്കാനായിട്ട് വലിയൊരു പാറക്കൽ ഉരുട്ടിയെടുത്ത് ആ ഗുഹാദ്വാരം അടച്ചു. അത് തള്ളി പുറത്തു വരാൻ ഒരുപാട് സമയമെടുക്കും, പറ്റില്ല, വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ സുഗ്രീവൻ കിഷ്കിന്ധ രാജ്യത്തിലേക്ക് തിരിച്ചുപോയി. കിഷ്കിന്ധയാണ് അവരുടെ രാജ്യം. അവിടെ ചെന്നു. ബാലി മരിച്ചതുകൊണ്ട് ബാക്കിയുള്ള ജനങ്ങളെല്ലാരും പറഞ്ഞു, വാനരന്മാരാണ്, അവര് പറഞ്ഞു നമുക്ക് സുഗ്രീവനെ രാജാവാക്കാം. അങ്ങനെ സുഗ്രീവനെ രാജാവാക്കി. അങ്ങനെ വാഴുകയാണ്. പക്ഷെ ഒരു ദിവസം എന്ത് പറ്റി? പെട്ടെന്ന് ബാലി തിരിച്ചു വന്നു. എന്നിട്ട്, നീ മനഃപൂർവ്വം ഗുഹ അടച്ചതാണ് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ വാഴാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് സുഗ്രീവനെ ഓട്ടിക്കും. മാത്രമല്ല, സുഗ്രീവന്റെ ഭാര്യയായ രൂമ കരഞ്ഞു പറഞ്ഞു, ജ്യേഷ്ഠ എന്നെ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ രൂമയെ പിടിച്ചവിടെ നിർത്തി സ്വന്തമാക്കുകയും സുഗ്രീവനെ ഓട്ടിക്കുകയും ചെയ്തു. സുഗ്രീവൻ എന്താ ചെയ്യുക? ഓടിപ്പോയി ഋഷ്യമൂകാജലത്തിന്റെ മുകളില് അഭയം പ്രാപിക്കും. അവിടെ സുഗ്രീവന്റെ കൂടെ സുഗ്രീവന്റെ പ്രിയപ്പെട്ട മന്ത്രിമാരായ ഹനുമാനും വേറെ 3 പേരും കൂടെ പോവും. അവര് 5 പേരും കൂടെ ഋഷ്യമൂകാജലത്തിന്റെ മുകളിലാണ് ചെന്ന് താമസിക്കുന്നത്. എന്താണ് ഋഷ്യമൂകാജലത്തിന്റെ മുകളിൽ പോവാൻ കാരണം? അതിന് ബാലി കയറാമല എന്നൊരു പേരും കൂടി ഉണ്ട്. ബാലിക്ക് ആ മലയിൽ കയറാൻ പാടില്ല. ബാലി ആ മലയിൽ കയറിപ്പോയാൽ ബാലിയുടെ തല പൊട്ടിത്തെറിക്കും എന്നൊരു ശാപം ബാലിക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ആ ശാപം കിട്ടിയതെന്ന് അറിയാമോ? ദുന്ദുഭി എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു. ആ ദുന്ദുഭി എന്ന അസുരൻ വളരെ ഭീകരനും വളരെ വലിയ ശക്തനുമായിരുന്നു. അയാള് വന്നിട്ട് ബാലിയോട് യുദ്ധം ചെയ്തു. ബാലി അതിനേക്കാളും കേമനായ യോദ്ധാവാണ്. ബാലി എന്തു ചെയ്തു? അയാളെ കൊന്നിട്ട് ദേഷ്യം കൊണ്ട് ഈ ഋഷ്യമുഖാജലത്തിന്റെ മുകളിൽ വെച്ചാണ് അയാളെ കൊന്നിട്ട് എന്ത് ചെയ്തു? ബാലി അയാളുടെ ശരീരം വലിച്ചെറിഞ്ഞപ്പോ എന്ത് പറ്റിയെന്നറിയാമോ? അവിടെ അടുത്താണ് ശബരിയുടെ ഗുരുവായ മാതംഗമുനിയുടെ ആശ്രമം. ഇത് ബാലി വലിച്ചെറിഞ്ഞ ശവശരീരം പോയിട്ട് അവിടെ തപസ് ചെയ്തുകൊണ്ടിരുന്ന മാതംഗമുനിയുടെ ആശ്രമത്തിലെ രക്തവും മാംസവും ഒക്കെ വീഴ്ത്തിക്കൊണ്ട് മാതംഗമുനിയുടെ അടുത്താണ് ചെന്ന് വീണത്.
മാതംഗമുനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ആശ്രമത്തിനെ പരിശുദ്ധിയൊക്കെ നഷ്ടപ്പെടുത്തി അശുദ്ധമാക്കി, യാഗസ്ഥലങ്ങളൊക്കെ അശുദ്ധമാക്കി. ഇത് ചെയ്തവൻ ആരാണെന്ന് അറിഞ്ഞൂടാ, ആരാണെങ്കിലും അവൻ ഋഷ്യമൂകാചരത്തിൽ കയറിയാൽ അവന്റെ തല പൊട്ടിത്തെറിക്കട്ടെ എന്ന് പറഞ്ഞു, എന്നൊരു ശാപം കൊടുത്തു. ആ ശാപം കേട്ട് കഴിഞ്ഞപ്പോഴാണ് ബാലി ചെന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ബാലിയാണ് അതെറിഞ്ഞത് എന്ന്. പക്ഷെ എന്തായാലും ശാപം പിൻവലിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സുഗ്രീവൻ അവിടെ സുഖമായിട്ട് താമസിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ അഭയം പ്രാപിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ശ്രീരാമനോട് പറഞ്ഞു, ഈ ബാലി വളരെ ബലവാനാണ്, ബാലിക്ക് ഒരുപാട് ശക്തിയുണ്ട്, ബാലിയെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല. ഒരു കാര്യം അങ്ങ് കാണുന്നുണ്ടോ? അവിടെ മല പോലെ ഒരു കാര്യം കിടക്കുന്നത് കണ്ടോ? അത് മലയൊന്നുമല്ല, ദുന്ദുഭി എന്ന രാക്ഷസന്റെ തലയാണ്. തല കുറേ കാലമായില്ലേ അത് മണ്ണ് മൂടി കിടക്കുകയാണ്. അത് ആർക്കാണോ എടുത്തെറിയാൻ പറ്റുന്നത് അയാൾക്ക് ബാലിയെ കൊല്ലാൻ പറ്റും എന്നൊരു വരമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ശ്രീരാമൻ എന്ത് ചെയ്തു? വേഗം അതിൻ്റെ അടുത്ത് ചെന്നിട്ട് ഒന്ന് കാലുകൊണ്ട് പോലും കൈകൊണ്ട് പോലും എടുത്തില്ല, കാലിലെ തള്ള വിരലുകൊണ്ട് പൊക്കി അത് ഒറ്റ ഏറ് കൊടുത്തു. അത് ദൂരെ പോയി മരങ്ങളൊക്കെ തകർത്തുകൊണ്ട് താഴ്വാരത്ത് ചെന്ന് വീണു. അപ്പൊ ശ്രീരാമന്റെ ശക്തി എത്രയാണെന്ന് സുഗ്രീവന് മനസ്സിലായി. അതുപോലെ അവിടെ 7 സാലവൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. സാലവൃക്ഷം എന്ന് വെച്ചാൽ വളരെ വലിയ വൃക്ഷമാകും, വളരെ നേരെ വളരുന്ന വൃക്ഷമാണ് സാൽവൃക്ഷം. അത് 7 ഇങ്ങനെ നിൽക്കുകയാണ് വട്ടത്തില്. അപ്പൊ സുഗ്രീവൻ പറഞ്ഞു, ഈ 7 മരങ്ങളെ ഒരുമിച്ച് ആർക്ക് ഒറ്റ അമ്പ് കൊണ്ട് ഏത് വീഴ്ത്തുവാനാകുമോ അവർക്ക് ബാലിയെ കൊല്ലുവാൻ നിശ്ചയമായിട്ടും സാധിക്കും എന്നൊരു വരം കൂടി ബാലിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ശ്രീരാമൻ എന്തു ചെയ്തു? ഒരമ്പെടുത്ത് നിഷ്പ്രയാസം അയച്ചതും ആ 7 മരങ്ങളിലും കൊള്ളുക മാത്രമല്ല, ആ മരങ്ങൾ പൊങ്ങി അതിനെ ആ അമ്പിന്റെ ശക്തി കൊണ്ട് ദൂരെ താഴ്വാരത്തിൽ കൊണ്ട് വീഴ്ത്തുകയും ചെയ്തു. അപ്പൊ ശ്രീരാമന് എത്ര വലിയ ശക്തനാണ്, ഈശ്വരാവതാരമാണെന്ന് സുഗ്രീവനും ഹനുമാനും എല്ലാം മനസ്സിലായി. സാധാരണ മനുഷ്യനല്ല ശ്രീരാമൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വളരെ സന്തോഷമായിട്ട് അവര് സുഹൃത്തുക്കളായിട്ട് അവിടെ അങ്ങനെ കഴിയുകയാണ്. ഇനി അടുത്തതായിട്ട് ബാലിയെ നേരിടണം അല്ലേ? സഖ്യം ചെയ്തതല്ലേ, വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. ബാലിയെ കൊന്ന് രാജ്യം തിരിച്ചു കൊടുത്ത് ഭാര്യയും തിരിച്ചു കൊടുക്കാമെന്നാണ് ശ്രീരാമൻ നൽകിയ വാഗ്ദാനം. അതിനനുസരിച്ച് സുഗ്രീവൻ നൽകിയ വാഗ്ദാനം എന്താണ്? സീതാദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് രാവണനോട് യുദ്ധം ചെയ്യാൻ ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ വലിയ വാനരസേനയാണ്, വളരെ വലിയ വാനരസേവയാണ്, ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ്, വാനരന്മാരാണ് സൈന്യത്തിലുള്ളത്. ഈ വാനരന്മാരാരാണ്? അമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ദേവന്മാര് തന്നെയാണ് വാനരന്മാരായിട്ട് ഭഗവാന്റെ വാനരസേന ആവാനായിട്ട് ജന്മമെടുത്തിരിക്കുന്നത് അല്ലേ? അപ്പൊ അവരെത്ര ശക്തന്മാരായിരിക്കും? പക്ഷെ സുഗ്രീവൻ പറഞ്ഞു, ഞങ്ങള് അത് ചെയ്തു തരാം. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം സഹായിക്കാനായിട്ട് പോവുകയാണ്. അതെങ്ങനെ ചെയ്തു എന്ന് നമുക്ക് അടുത്ത ഭാഗത്ത് കേൾക്കാം. ഓക്കെ, സൈറാം.